കാണുമായിരിക്കും. ഞാൻ പഠിപ്പിയാടി, എനിക്ക് 5 മിനിറ്റ് മതി. നീ പോക്കോ. അമ്മനിയോടെ കൊണ്ടുവരണോ? എന്നെ പേടിപ്പിക്കാതെടി. ആ ശരി, നീ കാപ്പി കഴിഞ്ഞ് അങ്ങ് വന്നേക്കണം. ഇല്ല അമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും കേട്ടല്ലോ. നീ ഒച്ച വെച്ച് അമ്മനെ ഞാൻ പഠിപ്പിക്കല്ലേടി. പൊടി. പ്രേതം വരൂട്ടോ, അവിടെ ഇരുന്നോ. പ്രേതോ? വാർത്ത കണ്ടുകളയോ? ചോദ്യത്തിന് മീൻ ഉത്തരം പറയണം. രണ്ടാമത്തെ ചോദ്യത്തിന് ലച്ചു ഉത്തരം പറയണം. ഓക്കേ ഡൺ. തുടങ്ങിച്ചോ. കൊണ്ടുപോയി വിൽക്കാനാ. എല്ലായിടത്തും പോയി പിച്ചെടുക്കേണ്ടി വന്നേടി ഞാൻ. എന്റെ പൊന്നോ, നിന്റെ ഒക്കെ വാക്കും കേട്ട് അവനെ തിരിച്ചാ കണ്ടല്ല. കണ്ടാ ഇപ്പൊ വാർത്ത കണ്ടാ? എന്നെ പടം കൂടി വരേണ്ടതായിരുന്നു, കാണാനില്ലെന്ന് പറഞ്ഞു. മര്യാദ അട്ടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞു കുടിക്കണം കേട്ടല്ല. എന്തോ തന്തികേടുണ്ടല്ലോ. എന്ത് പറ്റി വാസിച്ചായ? പേടിച്ച് വട്ടായോ? അതെ, പേടിച്ച് വട്ടായത് തന്നെ. ആരോടെങ്കിലൊക്കെ പറഞ്ഞാലോ. കള്ളക്കൂട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോ. എന്റെ മേശയിലെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുമല്ലേടി. മിണ്ടാതെ ഇരുതോണം കേട്ടില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ല. വിശ്വസിച്ചാ മര്യാദക്ക് ഒന്ന് പോടാറട്ടാ. എല്ലാം പഠിക്കാണെങ്കിൽ വാ. മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? അമ്മിണി വളവിലെ അമ്മിണിയെ പൊക്കി. അവൾ തട്ടിപ്പുകാരിയായിരുന്നു, പ്രേതമൊന്നും അല്ല. തട്ടിപ്പ് സംഘത്തെ പിടികൂടിയെന്ന് പറഞ്ഞ് ഇപ്പോൾ വാർത്തയുണ്ട്. അത് പറയാൻ വന്നതാ മക്കളെ. അതൊരു കെട്ടുകഥയായിരുന്നു മക്കളെ, ക്ഷമിക്കണം എന്നോട്.